ഗസയിൽ ഇസ്രായേലി സൈന്യം പിന്മാറിയ എല്ലാ ഭാഗങ്ങളിലും ഹമാസ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് ഗസയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും സൈന്യം ഇട്ടെറിഞ്ഞു പോകപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലേക്കും യൂണിഫോം ധരിച്ച ഗാസയുടെ സൈനികർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഈ മേഖലയിലുള്ള നിയന്ത്രണം ഏറെക്കുറെ അവർ ഏറ്റെടുക്കുന്ന രീതിയിലാണ് കാണാൻ പറ്റിയത് എന്ന തരത്തിലുമാണ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച 21 ഇന പദ്ധതിയിൽ പ്രധാനമായ രീതിയിൽ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഹമാസിൻ്റെ കീഴടങ്ങലും അതോടൊപ്പം തന്നെ അവരുടെ ആയുധം വെച്ചുകൊണ്ട് രാജ്യം വിട്ട് പ്രദേശം വിട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് പ്രധാനമായിട്ട് അതിലുള്ളത്. 21 ഇന നിർദ്ദേശങ്ങളിൽ 6 അല്ലെങ്കിൽ 7 നിർദ്ദേശങ്ങളാണ് ആകെ ഹമാസ് അംഗീകരിച്ചത്. ബാക്കിയൊന്നും അംഗീകരിക്കുമെന്നുള്ള പരാമർശം പോലുമില്ല. ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം പൂർണ്ണമായിരിക്കുന്ന ബന്ദി കൈമാറ്റം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. 20 ജീവനുള്ള ബന്ദികളും 28 മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കൈമാറുക എന്നുള്ളത് നിർബന്ധമായും ആവശ്യമാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് നീങ്ങണം എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ നിർദ്ദേശത്തിൻ്റെ മേലെ വളരെ പെട്ടെന്ന് തന്നെ ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് മേഖലയിൽ നിന്ന് ബന്ദികൾ പിന്മാറണമെങ്കിൽ ആദ്യം തന്നെ സൈനിക പിന്മാറ്റം അനിവാര്യമാണ് എന്നാണ്. ഹമാസിനെ പോലെ തന്നെ മറ്റ് റെസിഡൻസ് ഗ്രൂപ്പും ബന്ദികളെ പിടിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതും അത് ക്യാൻ യൂണിസിൻ്റെയും മധ്യ ഗസയുടെയും മറ്റു പല മേഖലകളുടെയും ഭാഗങ്ങളാണ് എന്നതിനാൽ ഇവരുടെ പിന്മാറ്റത്തിന് ശേഷം മാത്രമേ അവരെ ഏകോപിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്നതിനാൽ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ആവശ്യമാണ് എന്ന് ഹമാസ് പറഞ്ഞതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്മാറ്റം നടത്തിയ പ്രദേശത്തേക്ക് പിന്നീട് സൈന്യം മടങ്ങി വരില്ലെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കരാർ പത്രം മധ്യസ്ഥർ മുന്നോട്ട് വെക്കണം എന്നുകൂടി അവർ പറഞ്ഞു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത്. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനുമാണ് ഇതിൽ പ്രധാനമായി മധ്യസ്ഥ റോളിൽ എത്തിയിരിക്കുന്നത്. ഇവർ 3 പേരും ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം എന്ന് തന്നെ ഹമാസ് കാർക്കശ്യം വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പല കരാർ വ്യവസ്ഥയും ലംഘിക്കുകയും കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സമാനമായിരിക്കുന്ന മറ്റ് പ്രവൃത്തികൾ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇസ്രായേൽ ചെയ്യുന്നതാണ്. വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറിൻ്റെ അവസാനത്തെ തീയതി കഴിയുന്നതിന് മുൻപ് തന്നെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഗസയെ ആക്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രവർത്തനം ഉണ്ടാവുന്നു എന്നതിനാൽ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹമാസ് പറഞ്ഞു വച്ചതിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്ക് വായിക്കാവുന്നതാണ്.